പക്ഷേ ഈ റവാദ ചന്ദ്രശേഖറിൻ്റെ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ എം.ആർ. അജിത് കുമാറിനെ പോലീസ് ചീഫായിട്ട് കൊണ്ടുവരാനുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കുമോ ഈ വിജിലൻസ് കേസ് മുഖ്യമന്ത്രി തള്ളി വിട്ടത്? ഇപ്പം കോടതി പക്ഷേ ഇതെടുത്ത് ചവറ്റുകൊട്ടയിലിട്ടു. അതെ അതെ, അങ്ങനെ ഒരു നീക്കത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കുമോ മുഖ്യമന്ത്രി ഉൾപ്പെടെ ആ വിജിലൻസ് കേസിന് വലിയ പ്രാധാന്യം കൊടുക്കായിരുന്നത്? തീർച്ചയായിട്ടും. അതായത് ഈ മുഖ്യമന്ത്രിയുടെ സ്വന്തക്കാരനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന ദുഷ്പേര് ഇദ്ദേഹത്തിന് ആവശ്യത്തിലേറെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഇപ്പോൾ അന്ന് മുഖം രക്ഷിക്കാൻ വേണ്ടി, മുഖ്യമന്ത്രിയുടെയും ഗവൺമെൻറ്റിൻ്റെയും മുഖം രക്ഷിക്കാൻ വേണ്ടി ഇദ്ദേഹത്തിനെതിരെ സ്വന്തം ഒരുപാട് ആരോപണങ്ങൾ വന്നു, പല ഭാഗത്തു നിന്നും. രണ്ടുപേര് പ്രധാനപ്പെട്ട ഉന്നയിച്ച ആരോപണം, ഒന്ന് സ്വന്തം മന്ത്രിസഭയിലെ മന്ത്രി കെ രാജൻ ഉന്നയിച്ചു ഇദ്ദേഹത്തിന് തൃശ്ശൂരിലെ പൂരം കലക്കിയതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടാമൻ, മന്ത്രിസഭയിലെ രണ്ടാമൻ എന്ന് വിളിക്കേണ്ടത് CPI നേതാവ് കെ രാജനെയാണല്ലോ, റവന്യൂ മന്ത്രിയുമാണ്, അദ്ദേഹം ഉന്നയിച്ചു. രണ്ട്, അദ്ദേഹത്തിൻ്റെ സ്വന്തം പാർട്ടിയിലെ സ്വതന്ത്ര MLA ആയിരുന്ന PV അൻവർ ഉന്നയിച്ചു. ഇത് രണ്ടും കത്തിക്കയറിയപ്പോൾ രക്ഷയില്ലാതെയാണ് വിജിലൻസ് അന്വേഷണത്തിന് വിട്ടത്. ഒന്നാലോചിച്ച് നോക്കൂ, ഇദ്ദേഹത്തിൻ്റെ ഇടത് കൈയും വലത് കൈയുമാണ് ഇപ്പോൾ കേരള പോലീസും വിജിലൻസും. രണ്ടും മുഖ്യമന്ത്രി നേരിട്ട് ഭരിക്കുന്ന രണ്ട് വകുപ്പുകളാണ്. ഒരു വകുപ്പിനെ കൊണ്ട് മറ്റേ വകുപ്പിനെ അന്വേഷണത്തിന് ഉത്തരവിട്ടു. വിജിലൻസ് പ്രതീക്ഷിച്ച പോലെ തന്നെ ക്ലീൻ ചിറ്റ് കൊടുത്തു. പക്ഷേ കേന്ദ്രം സമയത്തിന് ഇടപെട്ടതുകൊണ്ട് അന്ന് അദ്ദേഹം DGP ആയില്ല. നല്ല ലിസ്റ്റ് ചോദിച്ചു. അപ്പോൾ ആ പട്ടികയിൽ നിന്ന് എങ്ങനെ നോക്കിയാലും മെറിറ്റ് നോക്കിയാൽ അജിത് കുമാർ വരില്ല. അങ്ങനെയാണ് താരതമ്യേന നിരുപദ്രവിയായ അപകടകാരിയല്ലാത്ത റവദ ചന്ദ്രശേഖരൻ വന്നത്. ആ റവദ ചന്ദ്രശേഖരനെ വന്നതിൽ പോലും CPM-ൻ്റെ ഒരു പഴയ ട്രാക്ക് റെക്കോർഡ് വെച്ച് അവർക്ക് അത്ര അഭിമതനല്ല അദ്ദേഹം. അദ്ദേഹത്തിനെതിരായി വലിയ സമരങ്ങളും പ്രക്ഷോഭങ്ങളും നയിച്ചവരാണ്. എന്നാലും അവിടെയാണ് ആദ്യത്തെ അടി മുഖ്യമന്ത്രിക്ക് കിട്ടുന്നത്, പിണറായിക്ക് കിട്ടുന്നത്. റവദ ചന്ദ്രശേഖരനെ DGP ആക്കേണ്ടി വന്നു. അപ്പോഴും അദ്ദേഹം പെൻഡിങ്ങിൽ വെച്ചു. വിജിലൻസ് അന്വേഷണത്തിൽ നിന്ന് ക്ലീൻ ചിറ്റ് കിട്ടിയല്ലോ അജിത് കുമാറിന്. റവദ ചന്ദ്രശേഖർ പിരിഞ്ഞാലെങ്കിലും ഈ സ്വന്തക്കാരനെ DGP ആക്കിയിട്ടേ അടങ്ങുള്ളൂ എന്ന് ഭരണകൂടത്തിൻ്റെ ഉപശാലകളിൽ നിന്ന് ധാരാളം വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹം തന്നെയാണ് ഇപ്പോൾ എല്ലാവരും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളവർ, ഇപ്പോൾ നമ്മൾ ബന്ധപ്പെട്ട എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് അദ്ദേഹം തന്നെയാണ് അടുത്ത DGP എന്നാണ്. പക്ഷേ ഇനി അത് സാധ്യമല്ല. വിജിലൻസ് അന്വേഷണം ആലോചിച്ച് നോക്കൂ. വിജിലൻസ് അന്വേഷണം കൃത്രിമമായിരുന്നുവെന്നും തെറ്റായിരുന്നുവെന്നും വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് തള്ളിക്കളയേണ്ടതാണെന്നും ആരാ പറയണത്? വിജിലൻസ് കോടതിയാണ് പറയുന്നത്. അതാണ്. അതുകൊണ്ട് ആർക്കാണ് ആദ്യത്തെ അടി? ആദ്യത്തെ അടി പിണറായി വിജയനാണ്. പിണറായി വിജയൻ നയിക്കുന്ന വിജിലൻസ് വകുപ്പ് ഈ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനെതിരായി വന്ന ആരോപണങ്ങളിൽ അന്വേഷണം നടത്തിയിട്ട് ക്ലീൻ ചിറ്റ് കൊടുത്തത് ആ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്ത ചരിത്രത്തിലെ ഏറ്റവും വലിയ തെറ്റാണെന്നാണ് വിജിലൻസ് കോടതി പറഞ്ഞത്. പിണറായിക്കാണ് അടി ഒന്നാമത്. രണ്ടാമത്തെ അടി ജീവിതത്തിൽ തന്നെ കിട്ടുന്നത് അജിത് കുമാറിനാണ്. കാരണം രവദ ചന്ദ്രശേഖർ പിരിഞ്ഞാൽ പോലും ഇനി ഈ വിജിലൻസ് കോടതിയുടെ വിധി വന്നതോടുകൂടി ഇനി ഇദ്ദേഹത്തെ DGP ആക്കാൻ പറ്റില്ല. ഇതിന് മുമ്പൊരു മാതൃകയുണ്ട്. ഇതിനു മുമ്പ് നമ്മുടെ ടോമിൻ ജെ തച്ചങ്കരിയുടെ കേസ് വന്നപ്പോഴും അദ്ദേഹത്തിനെ DGP ആക്കാതിരിക്കാൻ വന്ന ലീഗൽ അഡ്വൈസ് ഇങ്ങനെയാണ്. ലീഗൽ അഡ്വൈസ് എന്താണെന്ന് വെച്ചാൽ, ഒരു കോടതി കുറ്റക്കാരനെന്ന് വിധിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇനി എപ്പോഴെങ്കിലും ആ കേസ് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും ഒരു പണിഷ്മെൻറ്റ് കൊടുത്താലോ? ഒരു കുറ്റവാളി കേസെടുത്താൽ കുറ്റവാളിയല്ല, പ്രതിയാണ്, പക്ഷേ ശിക്ഷിക്കപ്പെട്ടാലോ? കുറ്റവാളിയായല്ലോ. നിയമത്തിൻ്റെ മുമ്പിൽ കുറ്റവാളിയായ ഒരാൾ നമ്മുടെ പോലീസ് മേധാവിയായിരിക്കുന്നു എന്ന് പറയുന്ന മാനക്കേട് ഇന്ത്യ ചരിത്രത്തിൽ പോലും അത്ര എളുപ്പത്തിൽ കഴുകിക്കളയാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു റിസ്ക് ഒരു ഗവൺമെൻറ് എടുക്കില്ല. പ്രത്യേകിച്ച് ചീഫ് സെക്രട്ടറി ആയാലും അഡ്വക്കേറ്റ് ജനറൽ ആയാലും ആരും അഡ്വൈസ് കൊടുക്കില്ല. അതുകൊണ്ട് ഈ എം.ആർ. അജിത് കുമാർ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ആർക്കൊക്കെയാണോ വിടുവേല ചെയ്തത്, ഏതൊക്കെ രാഷ്ട്രീയ യജമാനന്മാർക്ക് വേണ്ടിയാണോ ഇത്രയും കാലം കയ്യിലുകുത്തിയത്, ആ സ്വപ്നമാണ് ഇന്ന് സത്യത്തിൽ ഇടിഞ്ഞു വീണത്. വിജിലൻസ് കോടതിയുടെ വിധി എന്ന് പറഞ്ഞാൽ ഒരു കോടതി താൽക്കാലികമായൊരു വിധിയല്ല. അത് എം.ആർ. അജിത് കുമാറിൻ്റെ കരിയറിൽ, എം.ആർ. അജിത് കുമാറിൻ്റെ സർവീസ് റെക്കോർഡിൽ വീണ ഒരു നീണ്ട വെട്ടാണ്. മതി, ഇവിടം വരെ മതി നിന്റെ സേവനം എന്നതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഇന്ന് നമുക്ക് തീരുമാനിക്കാവുന്ന ഒരു കാര്യം, എം.ആർ. അജിത് കുമാർ ADGP ആയി തന്നെ പിരിഞ്ഞു പോകും. അതിനപ്പുറത്തേക്കുള്ള ഒരു കരിയർ ഇല്ല അദ്ദേഹത്തിൻ്റെ തലക്ക് മീതെ മിക്കവാറും. അല്ല, ഇതിൽ കോടതി പറഞ്ഞ സുപ്രധാനമായ കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഒരു ഉദ്യോഗസ്ഥൻ്റെ കേസ് അന്വേഷിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആരന്വേഷിക്കും? അതിൻ്റെ മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാരെല്ലാം അന്വേഷിക്കാൻ പാടില്ല.
ഇവിടെ നേരെ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാരെ കറക്റ്റാണത്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എങ്ങനെയാണ് അതിൽ അപ്പോൾ കറക്റ്റായ റിപ്പോർട്ട് വരിക എന്നുള്ളതാണ് കോടതി ചോദിക്കുന്നത്. അതെ, ന്യായമായ ചോദ്യമാണത്. മാത്രമല്ല പിന്നെ ഇവരുടെ വരവ് ചെലവ് കണക്ക് ഇതുവരെ പരിശോധിച്ചിട്ടില്ല, ഇല്ല, കുടുംബത്തിന്റെ സാമ്പത്തിക ശേഷി പരിശോധിച്ചിട്ടില്ല. ഈ പറഞ്ഞതുപോലെ ഇയാളുടെ അളിയൻ ഒരു 22 ലക്ഷം രൂപ ഒരു ഫ്ലാറ്റ് വാങ്ങിക്കുന്നു, ആ ഫ്ലാറ്റ് ഈ 10 ദിവസം കഴിയുമ്പോൾ 65 ലക്ഷം രൂപയ്ക്ക് ഇയാൾക്ക് വിൽക്കുന്നു. അതെ, ഇതിന്റെയൊക്കെ സത്യമാണ്, ഒന്നും പരിശോധിച്ചിട്ടില്ല. മാത്രമല്ല ഉന്നയിച്ചത് അൻവർ ആയതുകൊണ്ട് നമ്മൾ അതിനെ അർഹിക്കുന്ന വില കൊടുത്തില്ലെന്നോ. അന്ന് അൻവർ ഇത് മുഴുവൻ രേഖാമൂലം ഉന്നയിച്ചതാണ്, ഇദ്ദേഹത്തിന്റെ വരവും ചെലവും, DGP അദ്ദേഹത്തിന്റെ ഇപ്പോൾ CI റാങ്ക് തൊട്ട് അദ്ദേഹം വാങ്ങിയിട്ടുള്ള ശമ്പളത്തിന്റെ കണക്ക്, ശമ്പളവും ആനുകൂല്യങ്ങളുടെ കണക്ക്, ഇദ്ദേഹം ഇത്രയും കാലമായി സമ്പാദിച്ചതിന്റെ കണക്ക്, ഇദ്ദേഹം ഇപ്പോൾ വെച്ചുകൊണ്ടിരിക്കുന്ന ആ വീട് പൂർത്തിയായോ എന്നറിയില്ല, കൊട്ടാര സമാനമായ വീട്, ഇതെല്ലാം കൂടി നോക്കുമ്പോൾ എങ്ങനെ അഴിമതി നടന്നോ ഇല്ലേ എന്ന് തീരുമാനിക്കാനുള്ള ഒരു സാധാരണ മനുഷ്യന്റെ കോമൺ സെൻസ് എന്താ? വരവും ചെലവും തമ്മിൽ ഒക്കുന്നില്ല. അപ്പം അൻവർ പറഞ്ഞപ്പോൾ അൻവർ ആയതുകൊണ്ട് നമ്മൾ അതിനെ അർഹിക്കുന്ന വിലയെ കൊടുത്തുള്ളൂ. അൻവർ ഇദ്ദേഹത്തെ പോലെ തന്നെ ഒരു ഷെയ്ഡി ക്യാരക്ടർ ആയതുകൊണ്ട്. പക്ഷേ ഇപ്പോൾ വിജിലൻസ് കോടതി പറയുമ്പോൾ ബോധ്യപ്പെട്ടില്ലേ, വരവും ചെലവും ഇതുവരെയുള്ള അദ്ദേഹത്തിൻ്റെ വരവും ചെലവും നോക്കിയിട്ടില്ല, ഒക്കുന്നില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ഉദ്യോഗസ്ഥൻ്റെ പേരിൽ വന്ന ആരോപണം ആലോചിച്ച് നോക്കൂ. വിജിലൻസ് കോടതിയിൽ കേസ് നടക്കുമ്പോൾ പോലും റവന്യൂ മന്ത്രിയുടെ പുതിയ വെളിപ്പെടുത്തൽ, ഇപ്പോൾ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയായിരുന്ന സുനിൽകുമാറിൻ്റെ വെളിപ്പെടുത്തൽ, ഇതൊക്കെ വരികയല്ലേ. ആ കൃത്യമായിട്ട് പൂരം കലക്കുന്നതിൽ അദൃശ്യ ശക്തികൾ ഇടപെട്ടു. അന്നേരത്താണ് വേറൊരു കേസ് വന്നത്, കണ്ടില്ലേ, ശബരിമലയിലേക്ക് ഇദ്ദേഹം ട്രാക്ടറിൽ പോയി. മാറിയല്ലോ. നമ്മുടെ നാട്ടിലെ ഏതൊരു ശവത്തിനും പോയി കാവല് നിൽക്കേണ്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ രാജ്യം മുഴുവൻ, ഒരുപക്ഷെ ലോകം മുഴുവനുള്ള തീർത്ഥാടകർ വരുന്ന ശബരിമലയിൽ അവിടെ അവശ്യ സാധനങ്ങൾ എത്തിക്കാനുള്ള സാധനമാണ് ഈ ട്രാക്ടർ, ഇയാൾക്ക് കയറിയിരിക്കാനുള്ളതല്ല. അവശ്യ സാധനങ്ങൾ എത്തുമ്പോൾ വണ്ടി നീങ്ങുന്നില്ലെങ്കിൽ തള്ളി കൊടുക്കേണ്ട ഉദ്യോഗസ്ഥനാണ് അയാൾ. വേറെ എന്താ അയാൾക്ക് പണി അവിടെ? എന്നിട്ട് അയാൾക്ക് പരിവാര സമേതം കയറി ഇരുന്നിട്ട് ശബരിമല സന്നിധാനത്തേക്ക് പോകുന്നു. അയാൾ ഏത് അയ്യപ്പനെ കാണാനാണ് അവിടെ? എന്നിട്ട് ശബരിമലയിൽ തിരിച്ചു വരണോ ഇയാളെ കൊണ്ട് നടക്കാനുള്ള മഞ്ചൽ പോലെയാണോ ഈ ശബരിമലയിലെ അവശ്യ സാധനങ്ങൾ എത്തിക്കാനുള്ള ട്രാക്ടർ? അപ്പോൾ ഇയാൾക്ക് കിട്ടേണ്ടത് കൃത്യസമയത്ത്, എനിക്ക് തോന്നുന്നു വിജിലൻസ് കോടതി, അതും വളരെ പ്രധാനപ്പെട്ട ഒരു വിധിയാണ്, വിജിലൻസ് ക്ലീൻ ചിറ്റ് കൊടുത്ത ഒരാൾക്ക് വിജിലൻസ് കോടതി നല്ല അടി കൊടുക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു കേരള ജുഡീഷ്യറിയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, എനിക്ക് ടോമിൻ ജെ തച്ചങ്കരിക്കെതിരെ പോലും ഇത്ര ഹാർഷായ വിധി വന്നിട്ടില്ല. സംശയത്തിൻ്റെ നേരിൽ സംശയാസ്പദമാണ് എന്നൊക്കെയുള്ള വിധികളാണ് വന്നിരുന്നത്. ടോമിൻ ജെ തച്ചങ്കരിക്ക് ശേഷം ഒരുപക്ഷെ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ഇത്ര കർശനവും ഇത്ര ശക്തവുമായൊരു വിധി വരുന്നത്, അതും ഒരു കോടതിയിൽ നിന്ന്. വിജിലൻസ് കോടതി നമ്മളെ ഹൈക്കോടതിക്ക് സമാനമായ അധികാരങ്ങളുള്ള കോടതിയാണ് കേട്ടോ, ചെറിയ കോടതിയൊന്നുമല്ല. ഇനി വേണമെങ്കിൽ ഹൈക്കോടതിയിലെ ഒരു ഫുൾ ബെഞ്ചിന് അപ്പീൽ കൊടുക്കാം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അപ്പീൽ വന്നാൽ പോലും അടിസ്ഥാന വിധി നിലനിൽക്കും, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് രണ്ട് കാര്യമുണ്ട്. മലയാളിക്ക് ഒരു കണക്കിന് ഇത്ര ഷെയ്ഡിയായ, ഇത്ര ആരോപണങ്ങൾ നേരിട്ട, ഇത്രയേറെ ജനവിരുദ്ധമായി പെരുമാറിയ, ഇത്രയേറെ ദുരൂഹമായ സാമ്പത്തിക വരവ് വാരിക്കൂട്ടിയ ഒരു ഉദ്യോഗസ്ഥനെതിരായി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ, എല്ലാ കാലത്തും എല്ലാവരെയും പറ്റിക്കാൻ പറ്റില്ല എന്ന് പറയുമല്ലോ, നീതിബോധമുള്ള നീതിപീഠം ഇപ്പോൾ അദ്ദേഹത്തിന് കൊടുക്കേണ്ട കൃത്യമായ വിധി കൊടുത്തിരിക്കുന്നു എന്നത് ആശ്വാസകരമാണെന്ന് മാത്രമല്ല, അദ്ദേഹം ഇത്രയും കാലം സംരക്ഷിച്ചു വന്ന രാഷ്ട്രീയ യജമാനന്മാരുടെ മുഖത്തേറ്റ അടിയും കൂടിയാണ്. അത് തീർച്ചയായിട്ടും ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പിൽ, 2 തെരഞ്ഞെടുപ്പുകൾ തൊട്ട് മുമ്പിൽ വന്നു നിൽക്കുമ്പോൾ പിണറായി വിജയൻ ഗവൺമെൻറ്റിനും കിട്ടിയ ഏറ്റവും ശക്തമായ പ്രഹരമാണ് ഈ വിധി എന്ന് പറയാതിരിക്കാൻ പറ്റില്ല.